നമസ്കാരം. മീഡിയ4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പ് വെസ്റ്റ് ഗവൺമെന്റ് JB സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ പളുങ്ക് പ്രീ പ്രൈമറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLAയും ജില്ലാ കളക്ടറും മുനയം ബണ്ട് സന്ദർശിച്ചു. ബണ്ട് കവിഞ്ഞ നെൽകൃഷി നാശത്തിന്റെ വക്കിലായ സാഹചര്യത്തിലായിരുന്നു സന്ദർശനം. ഒല്ലൂരിലും പെരിഞ്ഞനത്തും വാഹനാപകടം. ഒല്ലൂരിൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏങ്ങണ്ടിയൂർ 5ാം കല്ലിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലം പാഴാകുന്നു. മേഖലയിൽ വിവിധ ഭാഗങ്ങളിൽ പൈപ്പുകൾ തകരുന്നത് പതിവ്. വാർത്തകൾ വിശദമായി. ചേർപ്പ് വെസ്റ്റ് ഗവൺമെന്റ് JB സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ പളുങ്ക് പ്രീ പ്രൈമറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വലിയ പദ്ധതിയിൽ ഒന്നാണ് ഗ്രാമീണ മേഖലയിലുള്ള സർക്കാർ സ്കൂളുകളെ വികസന പാതയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമം മുഴുവനും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമെല്ലാം മാതൃകപരമായ രീതിയിലേക്ക് നടത്തി മുന്നോട്ട് പോവുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ജീവിതങ്ങൾ നിങ്ങൾക്കുള്ളവർക്ക് തട്ടിമാറ്റി മാനസിക പ്രേരണ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചേർപ്പ് PRCയുടെ നേതൃത്വത്തിൽ 13 പ്രവർത്തന ഇടങ്ങളോടുകൂടിയാണ് പ്രീ പ്രൈമറി സ്കൂൾ സജ്ജമാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്മിഷൻ ഉദ്ഘാടനവും സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. SSK DPC ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സിജേഷിനെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനിത അനിലൻ, വിദ്യ രമേശ്, ജോസ് ചാക്കേരി, അംഗങ്ങളായ ധന്യ സുനിൽ, നസീജ മുത്തലീഫ്, സുനിത ജിനു, പ്രിയലത പ്രസാദ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MV സുനിൽകുമാർ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ NK രമേശ്, ചേർപ്പ് BPC K സുരേഷ് കുമാർ, പ്രധാന അധ്യാപിക VD ലതിക തുടങ്ങിയവർ സംസാരിച്ചു. CC മുകുന്ദൻ MLAയും ജില്ലാ കളക്ടറും മുനയം ബണ്ട് സന്ദർശിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ അപ്രതീക്ഷിത മഴയിൽ ബണ്ട് കവിഞ്ഞൊഴുകി ചാഴൂർ, പാറളം, ചേർപ്പ് മേഖലയിലെ 10,000 ഏക്കറിൽ നെൽകൃഷി നാശത്തിന്റെ വക്കിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധികൃതർ സ്ഥലം സന്ദർശിച്ചത്. കൃഷിയെയും പാടശേഖരത്തെയും കുടിവെള്ള ലഭ്യതയെയും ബാധിക്കാത്ത രീതിയിൽ മുനയം ബണ്ട് താൽക്കാലികമായി നീക്കം ചെയ്യാൻ CC മുകുന്ദൻ MLAയും കർഷകരും ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരം ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഇതേ തുടർന്ന് ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ ദുരന്ത നിവാരണ നിയമപ്രകാരം അടിയന്തരമായി ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് MLAയും കലക്ടറും സ്ഥലം സന്ദർശിച്ചത്. താൽക്കാലിക ബണ്ട് പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കാൻ മേജർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK ജയരാജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിബു, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ഒല്ലൂരിൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെയും സഹായിയെയും തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി ഡോർ പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി സ്വദേശി കബീർ, സഹായി നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 6:15 അപകടം. ഒല്ലൂർ സെന്ററിലെ ആയുർവേദ മരുന്ന് കടയിലേക്കാണ് വാൻ ഇടിച്ചു കയറിയത്. വിവരമറിഞ്ഞ ഒല്ലൂർ പോലീസ് തൃശൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഉടൻ സീനിയർ ഓഫീസർ KA ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘമെത്തി വാനിന്റെ ഡോർ വെട്ടിപ്പൊളിച്ച സ്റ്റിയറിംഗ് റാഡ് അകത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. ഫയർഫോഴ്സ് ആംബുലൻസിൽ തന്നെ ഇരുവരെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PK പ്രജീഷ്, CS സന്ദീപ്, M സഭാപതി, ബിജോയ് ഈനാശു, AS അനിൽജിത്ത്, സുധീഷ്, ഹോംഗാർഡ് VK രാജൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ദേശീയപാത പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. നേപ്പാൾ സ്വദേശി നബീൻ ഗൗതം എന്ന 28 വയസ്സുള്ള യുവാവാണ് മരിച്ചത്.
സുഹൃത്ത് നയന മുലയിലാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇരുവരും മരം വെട്ട് തൊഴിലാളികളാണ്. 2 ആഴ്ചയോളമായി എടമുട്ടം പാലപ്പെട്ടിയിൽ താമസിച്ചു വരികയാണ്. ഇവരോടൊപ്പം ജോലി ചെയ്തിരുന്ന മാള സ്വദേശിയാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. തെക്കുഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂട്ടറിൽ എതിരെ വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. പെരിഞ്ഞിറത്തെ ലൈഫ് ഗാർഡ്സ് ആംബുലൻസ് പ്രവർത്തകരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആഘോഷങ്ങളെ വിസ്മയകരമാക്കി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒക്ടാലൈറ്റ് ഇവന്റ്സിന്റെ സേവനം ഇനി മുതൽ ചേർപ്പിലും. 15 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഒക്ടാലൈറ്റ് ഇവന്റ്സിന്റെ പുതിയ ബ്രാഞ്ച് ചേർപ്പ് പെരിഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിശ്വസനീയമായ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായാണ് ഒക്ടാലൈറ്റ് ഇവന്റ്സ് ചേർപ്പ് പെരിഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ചാലക്കുടി, അങ്കമാലി, കൊച്ചി എന്നിവിടങ്ങളിലും ഒക്ടാലൈറ്റ് ഇവന്റ്സിന് ബ്രാഞ്ചുകളുണ്ട്. ആഘോഷ നിമിഷങ്ങളെ വിസ്മയകരമാക്കിയ വർഷങ്ങളുടെ പാരമ്പര്യവും ആത്മവിശ്വാസവും കൈമുതലാക്കിയാണ് ഒക്ടാലൈറ്റ് ചേർപ്പ് മേഖലയിലും ചുവടുറപ്പിക്കുന്നത്. ഡെക്കറേഷൻ, ഇൻവിറ്റേഷൻസ്, വെഡ്ഡിംഗ് എന്റർടൈൻമെന്റ്സ്, ഇവന്റ് പ്ലാനർ, ഹണിമൂൺ പാക്കേജസ്, ഫോട്ടോഗ്രാഫേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ, വെന്യൂ സെലക്ഷൻ തുടങ്ങി ഒരു ആഘോഷ നിമിഷത്തെ മികവുറ്റതാക്കാൻ ഉതകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒക്ടാലൈറ്റ് ചെയ്തു നൽകുന്നു. ജീവിതത്തിലെ മനോഹര മുഹൂർത്തങ്ങൾ എങ്ങനെ മികവുറ്റതാക്കുമെന്ന് ആലോചിച്ച് സമയം കളയേണ്ട. അതിനുള്ള ഉത്തരവുമായാണ് ഒക്ടാലൈറ്റ് ഉപഭോക്താക്കൾക്കരികിലേക്ക് എത്തുന്നത്. കല്യാണ ചെലവുകളുടെ ആശങ്കകൾ മാറ്റി നിർത്താൻ ഉപഭോക്താക്കൾ പറയുന്ന ബജറ്റിൽ കസ്റ്റമൈസ്ഡ് പാക്കേജുകളും ഒക്ടാലൈറ്റിന്റെ പ്രത്യേകതയാണ്. പെരിഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ബ്രാഞ്ച് ബേബി ക്രിസ്ബെല്ല, ബേബി ധ്യാൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ ഫൗണ്ടർ സനു ഡേവിസ്, തൃശൂർ ബ്രാഞ്ച് മാനേജർ ഇമ ചാലിശ്ശേരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലം പാഴാകുന്നു. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏങ്ങണ്ടിയൂരിലെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പുകൾ തകരുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് 5-ാം കല്ല് പ്രദേശത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായി പോകുന്നത്. കുടിവെള്ളത്തിനായി വീട്ടമ്മമാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നിരന്തരം സമരം നടത്തുന്ന മേഖലയിലാണ് പമ്പിങ്ങിനിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. പൈപ്പുകൾ പൊട്ടുന്ന സമയത്ത് ദേശീയപാത കരാർ കമ്പനി അധികൃതർ വാട്ടർ അതോറിറ്റിയെ അറിയിക്കാത്തതാണ് നിരന്തരം കുടിവെള്ളം പാഴായി പോകുന്നതിന് കാരണമെന്നാണ് ആക്ഷേപം. അടിയന്തരമായി പൊട്ടിയ പൈപ്പ് പൂർവ്വസ്ഥിതിയിലാക്കി പ്രദേശവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. അരിമ്പൂർ കൊടയാട്ടി പാടശേഖരത്തിൽ ഇറിഗേഷൻ മെയിൻ കനാലിന്റെ ബണ്ട് 10 മീറ്ററോളം തള്ളിപ്പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ KLDC ഇറിഗേഷൻ ചാലിലൂടെ അധികമായി എത്തിയ വെള്ളമാണ് വില്ലനായത്. ബണ്ടിന്റെ അടിഭാഗം തകർന്ന് പാടത്തെ ഇടച്ചാലിൽ പതിച്ചതോടെ 500 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ കർഷകർ നെഞ്ചിടിപ്പിലാണ്. ഞായറാഴ്ച രാവിലെയാണ് തൃശൂരിലെ അരിമ്പൂർ പഞ്ചായത്തിലുള്ള കൊടയാട്ടി പാടശേഖരത്തിൽ KLDCയുടെ പുറംചാലിന്റെ ബണ്ട് തള്ളിയത്. 10 മീറ്റർ ദൂരം ബണ്ട് തകർന്നു. ബണ്ടിന്റെ നടുഭാഗത്തു നിന്നും അടിയിൽ നിന്നുമായി മണ്ണ് കൊടയാട്ടി പാടശേഖരത്തിലെ ഇടച്ചാലിൽ പതിച്ചു. ഇതിലകം ദൂരത്ത് ഉൾബണ്ട് തകർന്നതായി കർഷകർ പറയുന്നുണ്ട്. ഉൾച്ചാലിൽ മണ്ണ് പതിച്ചതോടെ പാടത്ത് ജലസേചനത്തിന് തടസ്സമായി. 200-ലധികം ഏക്കർ വരുന്ന കൊടയാട്ടി പടവ്, സമീപത്തുള്ള തോട്ടുപുര പടവ്, വിളക്കുമാടം, വാരിയംകോൾ എന്നിങ്ങനെ 500ഓളം ഏക്കർ കൃഷിയിടത്തിൽ ബണ്ട് തകർന്ന് വെള്ളമെത്തിയാൽ ബാധിക്കും. അതേസമയം മുളങ്കുറ്റികൾ സ്ഥാപിച്ച് കർഷകരോട് തന്നെ താൽക്കാലിക സംവിധാനം ഒരുക്കാനാണ് സ്ഥലത്തെത്തിയ KLDC ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇവിടെ മോട്ടോർ ഷെഡിന്റെ മുകൾ വശം ബണ്ട് കനാലിൽ നിന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു. അത് കർഷകർ ഇടപെട്ട മണൽചാക്ക് വെച്ച് പരിഹരിച്ചിരുന്നു. കൊടയാട്ടി കോൾപടവിന്റെ ബണ്ട് KLDCയുടെ ബണ്ട് ഒരു 10 മീറ്ററോളം തള്ളിയിട്ടുണ്ട്. അതായത് പുറംചാലില് ഫുള്ള് വെള്ളമാണ്. വളയംകെട്ട് തുറന്ന് പൊട്ടിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഉറപ്പില്ല. ഏനമാവ് വളയംകെട്ട് പൊട്ടിച്ചാലാണ് ഇവിടുത്തെ ഈ ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് മൊത്തം ഒരു 500 ഏക്കറോളം കൃഷിക്ക് ബാധിക്കുന്നതാണ്. ഇതിന്റെ അടച്ചാല് ഒരു 6 അടിയോളം താഴ്ചയുള്ള ചാല് തൂർന്നിട്ടാണ് കിടക്കണേ. വെള്ളം മണ്ണ് വന്ന് ലൂസായിട്ട് കിടക്കണേ. എപ്പോൾ വേണമെങ്കിൽ ഇന്നലെ വെള്ളം കവിഞ്ഞിട്ട് ഞങ്ങളിവിടെ മോട്ടോർ ഷെഡിന്റെ അവിടെ ചാക്കിട്ട് മണ്ണിട്ട് നിറച്ചിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് അപ്പുറത്താണ് ഇപ്പം ഈ പ്രശ്നം ഉണ്ടായിരിക്കണേ. എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവണമെന്ന് കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പറയുന്നു.
ഏനാമാവ് റെഗുലേറ്ററിൽ വെള്ളം ഒഴുക്കി വിടാത്തതാണ് പ്രശ്നത്തിന് കാരണമായി കർഷകർ പറയുന്നത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം സുനിത ബാബു, പടവ് സെക്രട്ടറി കെ മനോജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കർഷകർ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരത്തിനുള്ള ശ്രമത്തിലാണ്. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പട്ടിക വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് വലപ്പാട് നടന്ന ഭാരതീയ പട്ടികജന സമാജം പ്രതിനിധി സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റ്, സ്റ്റൈഫൻഡ്, ഫെലോഷിപ്പുകൾ എന്നിവ സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവൻ പിണർമുണ്ട പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാതി കേരളത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മളൊരു വിവരാവകാശം കൊടുത്താൽ എത്ര ജാതിയിൽപ്പെട്ട ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധ്യമല്ല. എടുത്താത്തതുകൊണ്ട് അതിന്റെ ഒരു ഡാറ്റസ് നമുക്ക് പുറം ലോകത്തെ കാണിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മുടെ തന്നെ ചെറിയ കുട്ടികളോട് അല്ലെങ്കിൽ പുതിയ യുവതലമുറയോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ പുരോഗമനപരമാണ്. അവരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും. പിന്നോക്ക വിഭാഗം വികസന കോർപ്പറേഷൻ മുൻ ഡയറക്ടർ VR ജോഷി മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർപേഴ്സൺ രശ്മി സുമേഷ് അധ്യക്ഷത വഹിച്ചു. കെ ശിവരാമൻ, രാജു കുംബ്ലാൻ, അഡ്വക്കേറ്റ് ഷിബു എറണാകുളം, VT ഭാരത്രാജ് കോഴിക്കോട്, ഷൺമുഖൻ കല്ലായി, PK അജിത് കുമാർ, TV വിശ്വാമിത്രൻ, MV ലാലു, PK ബാബു, സാവിത്രി ചന്ദ്രൻ, അനിത ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി KS അനിൽകുമാർ, സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, ട്രഷററായി ഷൺമുഖൻ കല്ലായി എന്നിവരെ പുതിയ ഭാരവാഹികളായി സമ്മേളനം തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5780 രൂപ, പവന് 46,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് വെസ്റ്റ് ഗവൺമെന്റ് JB സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ പളുങ്ക് പ്രീ പ്രൈമറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLAയും ജില്ലാ കളക്ടറും മുനയം ബണ്ട് സന്ദർശിച്ചു. ബണ്ട് കവിഞ്ഞ നെൽകൃഷി നാശത്തിന്റെ വക്കിലായ സാഹചര്യത്തിലായിരുന്നു സന്ദർശനം. ഒല്ലൂരിലും പെരിഞ്ഞനത്തും വാഹനാപകടം. ഒല്ലൂരിൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലം പാഴാകുന്നു. മേഖലയിൽ വിവിധ ഭാഗങ്ങളിൽ പൈപ്പുകൾ തകരുന്നത് പതിവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.